നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തറ. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നിലവിലെ വൈപ്പിൻ MLA ആയിട്ടുള്ള KN ഉണ്ണികൃഷ്ണനും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നടിയായിട്ടുള്ള അഞ്ജലി നായരും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നിലവിലെ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ദീപക് ജോയിയുമാണ്. ഇനി ഇത്തവണ ഈ തൃപ്പൂണിത്തറ ആര് ഭരിക്കുമെന്നത് നമുക്ക് തൃപ്പൂണിത്തറക്കാരോട് തന്നെ ചോദിച്ചു നോക്കിയാലോ. ചേട്ടാ ചേട്ടാ തൃപ്പൂണിത്തറക്കാരനാണോ? ഇവിടെ അല്ലേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൃപ്പൂണിത്തറയിൽ ഇത്തവണ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ ആര് ജയിച്ചാലും കുഴപ്പമില്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല. ആർക്ക് ഇത്തവണ വോട്ട് കൊടുക്കും? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചേച്ചിക്ക് ഇതെന്താണിത്? എന്തു പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ? ആരും വന്നാലും നമുക്ക് ഗുണമില്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ 5 വർഷത്തെ പിണറായി ഭരണം എങ്ങനെയുണ്ട് ഈ സർക്കാരിന്റെ? അത് ഭയങ്കര മോശമായിരുന്നു. അഭിപ്രായം മാറ്റം വേണം പ്രതീക്ഷിക്കുന്നുണ്ട്. മാറ്റം വേണം വേണം തൃപ്പൂണിത്തറയിലും ഒരു മാറ്റം വേണം. പിന്നെ UDF ആണ് നിലവിൽ ഭരിക്കുന്നത്. അത് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ആള് ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണമുണ്ട്. അത് പിന്നെ ഈ ഒരു കാര്യം മറ്റേടത്ത് ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി കോൺഗ്രസ്സുകാരുടെ അവസ്ഥ അറിയാലോ, തമ്മിലിടിയാണ്. ഇവർ ബൈ ചാൻസ് ജയിച്ചാൽ പോലും ഇവന്മാർ മന്ത്രിസഭ ഉണ്ടാക്കാൻ ഒരു 2 മാസമെങ്കിലും മിനിമം പിടിക്കും. അത്ര ഇടിപിടുത്തൊരിക്കും. BJPയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയേ വേണ്ട. കാരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾ കണ്ട, മറ്റേ വർഗീയമായിട്ടും അല്ലാണ്ട് നമ്മുടെ ഈ ജനാധിപത്യം നശിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കണം. ഇപ്പം തന്നെ ഒരു സംഭവം കണ്ടില്ലേ, ഒരു നഗ്നനായ ഒരു സ്വാമി വന്നിട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. നമ്മുടെ BJPയുടെ പ്രസിഡന്റിൻ്റെ ഒപ്പം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരിക്കലും നമ്മളുടെ ഈ സംസ്ഥാനം പോകരുത്. കാരണം ഞാൻ ആ രാഷ്ട്രീയം നോക്കിയത് പറഞ്ഞതല്ല, കാരണം നമ്മുടെ സംസ്ഥാനത്തിനൊരു സെറ്റപ്പ് ഉണ്ട്, ഒരു എന്താ പറഞ്ഞാൽ ഒരു ഐക്യമുണ്ട്. ഏത് ജാതി മതം എന്തായാലും അതൊരിക്കലും നമുക്ക് കളയാൻ പാടില്ല. അത് ഉണ്ടാകണമെങ്കിൽ എന്ത് വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വരണം. പിണറായിയുടെ ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ ലൈവ് പരിപാടി. ചേട്ടാ തൃപ്പൂണിത്തറയിൽ ഇത്തവണ ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? ചേച്ചി തൃപ്പൂണിത്തറക്കാരിയാണോ? ഇത്തവണ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? ആര് ജയിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കമ്മ്യൂണിസ്റ്റാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ് കുടുംബക്കാരൊക്കെ. പിന്നെ എൻ്റെ മരുമോള് ഇതൊക്കെയാണ് UDF, BJP, കോൺഗ്രസ് അല്ലാഞ്ഞ് ഇപ്പം നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. നമ്മൾ എത്ര കൊല്ലമായി ഇപ്പൊ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ കുടുംബക്കാർ മൊത്തം അതാണ്. നമ്മുടെ വോട്ട് കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് തന്നെ ജയിക്കണം. ഈ 5 വർഷത്തെ കമ്മ്യൂണിസ്റ്റിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ ചോദിക്കട്ടെ, 500-550 ഒക്കെ അല്ല ഞാൻ പെൻഷൻ. ഇപ്പം എത്രയുണ്ട് പെൻഷൻ? 2000 രൂപയോ? 2000 രൂപ. അത് പിണറായി സാറല്ലേ? അങ്ങനെ എല്ലാം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയും. നമ്മൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് ഉള്ള കാര്യം പറയാതെ പറ്റൂലല്ലോ. അയ്യോ, ഞാൻ ചെയ്ത കാര്യം ചെയ്യണത് എൻ്റെ കുടുംബക്കാരും ഒക്കെ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. അപ്പോൾ കേട്ടല്ലോ തൃപ്പൂണിത്തറക്കാരുടെ മനസ്സിൽ എന്താണെന്നുള്ളത്. മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്, ഇനിയും പിണറായി സർക്കാർ തന്നെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്തായാലും എല്ലാവരും ഒരുമിച്ച് പറയുന്നത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ തന്നെ ഇനിയും സ്ഥാനത്തേക്ക് വരണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.